ഹലോ, അപ്പൊ നമ്മളങ്ങനെ ചെസ്കി ക്രുംലോവിൽ എത്തിയിട്ടുണ്ട്. ഹലോ, അപ്പൊ നമ്മള് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് ബാത്റൂമിലോ ടിഷ്യൂ മാത്രമേ ഉള്ളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു ഒരു സൂപ്പർ ഫാമിലി. അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അതും പ്രാഗ്. നമ്മളൊരു ബിസിനസ് ട്രിപ്പായിട്ട് ഞാൻ ഒരു ബിസിനസ് ട്രിപ്പായിട്ട് ഇവിടെ പ്രാഗിൽ വന്നേക്കാണ്. അപ്പോൾ ഒരു 4 ദിവസത്തെ പരിപാടിയാണ്. ഇതിപ്പോൾ പ്രാഗ് ഒരു സിറ്റിയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ. അപ്പോൾ ഇതുപോലത്തെ തന്നെ വേറൊരു സിറ്റി ഉണ്ട്. അത് ഇവിടുത്തെ സെക്കൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയി കാണാമെന്ന് വിചാരിച്ചു. നാം ക്യാ ചെസ്കി ക്രുംലോ, അതാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡി ആയിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ അവർ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ചൊരു എനർജി കിട്ടിയപ്പോൾ ആകെ 3-4 ദിവസത്തേക്ക് വേണ്ടി വന്നതല്ലേ. അപ്പോൾ ഉള്ള ദിവസം ഒന്നും ഇങ്ങോട്ട് സ്ഥലങ്ങളെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ വെച്ച് നോക്കിയാൽ എന്തായാലും ഒരു പുതിയ തുടക്കമല്ലേ, നല്ല സ്ഥലത്ത് നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ ചെസ്കി ക്രുംലോ കണ്ടിട്ട് വന്നല്ലോ. അപ്പോൾ നമുക്കിനി ചെസ്കി ക്രുംലോയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, അല്ല ഓൺ ദ വേയും കൂടി പോണ സ്ഥലമൊക്കെ അടിപൊളിയാണ്. ഓൺ ദ വേ ഒക്കെ നല്ല രസമാണ് എന്നൊക്കെയാണ് ഇവിടുത്തെ നമ്മളുടെ ഗൈഡ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയുണ്ട്, എന്താ ഏതാന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെസ്കി ക്രുംലോയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് വേറെ ഒന്നും പറയാനില്ല, കാരണം നമുക്കൊരു ബ്യൂട്ടി, നേച്ചർ, ഫ്രഷ് എയർ എല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ലേക്ക് കാണാൻ പോവാം. പിന്നെ ഇവിടെ ഒരു സെൻറ്റർ ഉണ്ട്, കാസിലുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പറ്റണ സ്ഥലങ്ങളിൽ എന്തായാലും വിസിറ്റ് ചെയ്യും ആൻഡ് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്ക് ഇല്ലേ, അതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമുണ്ട്. പക്ഷെ നടന്നതിൻ്റെ ആ ക്ഷീണം ഇവിടെ വന്നപ്പോഴാണ് മാറിയത്. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നു, വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്ക് ഒന്നുമുള്ള ഇതുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ കിട്ടണ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. കുറേ ലേക്കുകളിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. പക്ഷേ ഇതെന്തോ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഇവിടെ പ്രാഗ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ഇവിടെ കുറേ കഫേസ് ഉണ്ട് ആ സൈഡിൽ. നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സമയവും ഹെൽത്തും ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ചപ്പാത്തി ഓർഡർ ചെയ്തു. പിന്നെ ഇവർ പറഞ്ഞു ഇവിടുത്തെ സ്പെഷ്യലാണ് മദ്രാസ് ചിക്കൻ കറിന്ന്. അപ്പോൾ അത് ഒരെണ്ണം പറഞ്ഞു. പിന്നെ ചിക്കൻ സൂപ്പ് പറഞ്ഞു. അവർ നോക്കാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ചിക്കൻ സൂപ്പ് പറഞ്ഞു. हाँ
പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും പറഞ്ഞു. ടിഷ്യൂ പറഞ്ഞു. ഇവിടെ എവിടെ പോയാലും ടിഷ്യൂ ഇല്ല. എന്നാൽ ബാത്റൂമിലോ ടിഷ്യൂ മാത്രമേ ഉള്ളൂ. It's amazing. We are at Indica restaurant in Europe and we are taking the feel of India. Amazing soup. It's just delicious and yum. അങ്ങനെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലല്ല, റൂമിലെത്തി. സമയം ഇപ്പോൾ 12:45 ആയി. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ളൂ. നല്ല അടിപൊളി ദിവസമായിരുന്നു. സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനുള്ളത് ആ ലേക്കാണ്. അവിടുത്തെ എനിക്കറിയില്ല, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ വീണ്ടും വീണ്ടും പറയാനുള്ളൂ. അത്ര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആൻഡ് നമ്മൾ പോണ വഴിയാണെങ്കിലും തിരിച്ചു വന്നത് വേറെ വഴിക്കാണ്. അതും അതെ, ബ്യൂട്ടി അത് ഒരു എന്താ പറയുക പ്രത്യേകിച്ച് വാക്കുകളില്ല. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്കും വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും പോകണം. ആൻഡ് നമ്മളെ കൊണ്ടുപോയ ഗൈഡ്, ഡ്രൈവർ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, വെള്ളം നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസമേ കോംപ്ലിമെന്ററി ആയിട്ട് റൂമിൽ കിട്ടുള്ളൂ. നമുക്ക് സാധാരണ എല്ലായിടത്തും ഓരോ ദിവസം ഓരോ ബോട്ടിലെങ്കിലും തരുമല്ലോ. ഇവിടെ അതൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ഈ സമയത്ത് കയറി വന്നപ്പോൾ നമ്മൾ വെള്ളം മേടിക്കാൻ മറന്നു. ഞങ്ങളുടെ വിചാരം ഓക്കെ, അവര് റൂം ക്ലീൻ ചെയ്തിട്ട് ഒരു പുതിയ ബോട്ടിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇപ്പൊ നമ്മൾ വെള്ളം വിളിച്ച് ഓർഡർ ചെയ്തു. താഴത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അവർ 150 ഇവിടുത്തെ കറൻസിയാണ് എടുത്തത്. പിന്നെ വെള്ളത്തിന് മാത്രമായിട്ട് 16 അപ്പോൾ ഇത്തിരി അധികം എക്സ്പെൻസീവാണ്. 16 വെള്ളത്തിന് 16 150 റൂം സർവീസിനുള്ള ചാർജും. അപ്പോൾ വെള്ളം സൂക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബാത്റൂമിൽ വെള്ളവുമില്ല, അതുപോലെ തന്നെ കുടിവെള്ളവും ഇല്ല. പിന്നെ മെയിനായിട്ട് ഇവിടെ ഇല്ലാത്തൊരു സാധനമാണ് ലൈറ്റ്. ഇത് 2 കുഞ്ഞു ലൈറ്റുകളാണ് ആകെ റൂമിലുള്ളത്. പിന്നെ ഇതേ അവിടുത്തെ ആ ഒരു ലൈറ്റ്, ഇത്രയേ ഉള്ളൂ ആകെ. അപ്പോൾ ലൈറ്റും വെള്ളമൊക്കെ ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നാളെ ഇനി എങ്ങനെയാ എന്തൊക്കെയാ പ്ലാൻ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. എല്ലാവർക്കും വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.